എല്ലാവർക്കും പാക്കപ്പിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സ്പോർട്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള വർക്ക് ഫ്ലോ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഒരു കാർഗോ എക്സ്പോർട്ടറിൻ്റെ പ്രമൈസിൽ നിന്ന് ഫാക്ടറിയിൽ നിന്ന് കയറി അത് ഇമ്പോർട്ടറിന് അവിടെ എത്തുന്നതിന് ഇടയ്ക്ക് വരുന്ന ടോട്ടലായിട്ടുള്ള വർക്ക് ഫ്ലോ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാം. നമ്മളിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ എക്സാമ്പിളിൽ ABC എന്ന് പറയുന്നതാണ് എക്സ്പോർട്ടർ. നമ്മുടെ കൺസൈനി ഇമ്പോർട്ടറായിട്ട് വരുന്നത് XYZ എന്ന് പറയുന്ന ഒരു കമ്പനിയാണെന്ന് വയ്ക്കുക. ഈ ഒരു കാർഗോ പ്ലാൻ ചെയ്യുന്നത് കൊച്ചിൻ ടു ദുബായ് ആണ് ഈ ഷിപ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷിപ്മെന്റിന്റെ എക്സ്പോർട്ട് ഓർഡർ എക്സ്പോർട്ടർ കിട്ടിയിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടർ സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു 100 കാർട്ടൺസിന്റെ ഗാർമെന്റ്സ്. അതുപോലെ തന്നെ അതിന്റെ ഡയമെൻഷൻസ് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവരിതിൽ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻസ് 50 × 60 × 80, 50 സെന്റിമീറ്റർ ലെങ്ത്, 60 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്, 80 സെന്റിമീറ്റർ ഹൈറ്റ്. ഈ ഒരു ഡയമെൻഷനുള്ള കാർഗോയാണ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇമ്പോർട്ടർ സമ്മതിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിനിടയ്ക്ക് വരുന്ന വർക്ക് ഫ്ലോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇമ്പോർട്ടർ പറഞ്ഞു അദ്ദേഹത്തിന് കാർഗോ ഈ സാറ്റർഡേ വരുന്ന വെസലിലേക്ക് പ്ലാൻ ചെയ്യണം. കാരണം 5 ദിവസം കൊണ്ടാണ് കൊച്ചിൻ ടു ദുബായ് ട്രാൻസിറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അടുത്ത സാറ്റർഡേ വെസലിലേക്കാണ് ഈ ഒരു കാർഗോ പ്ലാൻ ചെയ്യേണ്ടതെന്ന കാര്യം അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ ആദ്യം എക്സ്പോർട്ടർ ചെയ്യുന്നത് അടുത്ത നെക്സ്റ്റ് വെസൽ ഷെഡ്യൂൾ ഏതാണെന്നാണ് നോക്കുക. ഏറ്റവും അടുത്ത വെസൽ ഷെഡ്യൂൾ, ദുബായിലേക്ക് വരുന്ന വെസൽ ഷെഡ്യൂൾ ഏതാണെന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ശനിയാഴ്ചത്തെ വെസലിലേക്ക് ഒരു വെസൽ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ആ വെസലിലേക്ക് അവർ ഈ കാർഗോ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇങ്ങനെ വെസൽ സാറ്റർഡേ ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. ആ വെസലിലേക്ക് ഈ കാർഗോ പ്ലാൻ ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള എക്യുപ്മെന്റ് എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. 20 ഫുട്ട് കാർഗോ വേണോ, അതോ 40 ഫീറ്റ് കാർഗോ വേണോ, അതോ നമ്മുടെ ഈ കാർഗോ LCL-ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരു സംശയമാണ് നമുക്ക് രണ്ടാമതുണ്ടാകുക. ഇതിനായിട്ട് നമ്മൾ ആ കാർഗോയുടെ ഡയമെൻഷൻ എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 50 സെന്റിമീറ്റർ ലെങ്ത്, 60 സെന്റിമീറ്റർ വിഡ്ത്ത്, 80 സെന്റിമീറ്റർ ഹൈറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ടോട്ടലായിട്ടുള്ള വോളിയം വരുന്നത് 24 CBM ആണ്. നമ്മുടെ 100 കാർട്ടൺ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ CBM വരുന്നത് 24 CBM ആണ്. അപ്പോൾ 24 CBM വോളിയമുള്ള കാർഗോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു 40 ഫീറ്റിന്റെ ആവശ്യമില്ല. ഈ സെയിം കാർഗോ നമുക്ക് 20 ഫീറ്റിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഏത് എക്യുപ്മെന്റ് വേണമെന്നുള്ള കാര്യം എടുത്തു. അതുപോലെ LCL പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിന്റെ വോളിയം കൂടുതലാണ്, 24 CBM ഉണ്ട്. ഗാർമെന്റ്സ് ആയതുകൊണ്ട് വെയിറ്റ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം ഗാർമെന്റ്സ് പൊതുവെ വെയിറ്റ് കുറവാണ്. അടുത്തത് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ട കാര്യം ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള എന്തൊക്കെ റെഗുലേഷൻസ് ആവശ്യമായിട്ടുണ്ട്. അത് നമ്മൾ ബയ്യറോട് ചോദിക്കുന്നു. അതായത് നിങ്ങളുടെ കൺട്രിയിൽ ഈ കാർഗോക്ക് എന്തൊക്കെയാണ് റിക്വയർമെന്റ് ഉള്ളത്, ആ റിക്വയർമെന്റ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ആ റിക്വയർമെന്റ് ആവശ്യമായിട്ടുള്ള ആ കാർഗോയുടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് എല്ലാം മീറ്റ് ചെയ്യണം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് സ്റ്റഫ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം. അത് റൈസ് പോലത്തെ കമ്മോഡിറ്റി ആണ്, അതിന് പ്ലാൻ ക്വാറന്റൈൻ വേണം. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യത്തെ പറ്റിയുള്ള ഒരു ക്ലാരിറ്റി നമ്മൾ ഇമ്പോർട്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ അതിൽ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ തന്നെ CHMR ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് കമ്പനിയായിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതിനെപ്പറ്റി കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമ്മുടെ കാർഗോ എല്ലാം പ്ലാനായി, നമ്മുടെ വെസൽ നമ്മൾ പ്ലാൻ ചെയ്തു, അതുപോലെ ഏത് എക്യുപ്മെന്റ് വേണമെന്നുള്ള കാര്യം നമ്മൾ പ്ലാൻ ചെയ്തു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് റെഡിയാക്കുകയാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡോക്യുമെന്റ്സ് ഇൻവോയ്സ് ആൻഡ് പാക്കിംഗ് ലിസ്റ്റ് ആണ്. കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് ആണ്. അതായത് കസ്റ്റംസിന്റെ ഓഫീസർക്ക് നമ്മുടെ കാർഗോ നോക്കിയിട്ട് അതിന്റെ അസസ്മെന്റും അതുപോലെ എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ഡോക്യുമെന്റ്സ് ആണിത്. കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് ആൻഡ് പാക്കിംഗ് ലിസ്റ്റ്. ഇത് ഇൻവോയ്സ് എന്ന് പറയുന്നത് ആ കാർഗോയുടെ പ്രൈസ് ആണ് കാണിക്കുന്നതെങ്കിൽ പാക്കിംഗ് ലിസ്റ്റ് കാണിക്കുന്നത് ആ കാർഗോയുടെ കറക്റ്റ് ആയിട്ടുള്ള ആ പാക്കിംഗ്, എങ്ങനെയൊക്കെയാണ് ആ കാർഗോയിൽ മെറ്റീരിയൽസ് നമ്പർ ചെയ്തിരിക്കുന്നത്, എത്ര കാർട്ടൺസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻവോയ്സും പാക്കിംഗ് ലിസ്റ്റും നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കുന്നു. അത് കസ്റ്റംസിന്റെ ഓഫീസർമാർക്ക് ആ കാർഗോ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കാർഗോ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അതിന് കറക്റ്റായിട്ടുള്ള വാല്യൂ ഐഡന്റിഫൈ ചെയ്യാനുമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻവോയ്സും പാക്കിംഗ് ലിസ്റ്റും വെച്ചുകൊണ്ട് ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് കമ്പനി അല്ലെങ്കിൽ കസ്റ്റംസ് ഹൗസ് ഏജൻസ് അവർ ഈ കാർഗോയുടെ ഷിപ്പിംഗ് ബിൽ ഫയൽ ചെയ്യുന്നു. ഷിപ്പിംഗ് ബില്ലെല്ലാം ഫയൽ ചെയ്തിട്ട് കാർഗോയുടെ എക്സാമിനേഷൻ എല്ലാം നടത്തുന്നു കസ്റ്റംസുകാർ. കാർഗോയുടെ എക്സാമിനേഷൻ നടത്തിയതിനു ശേഷം എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ കിട്ടുന്നു. നമ്മുടെ കാർഗോയുടെ ഷിപ്പിംഗ് ബിൽ പാസ്സാവുന്നു. നമ്മുടെ കാർഗോയ്ക്ക് കസ്റ്റംസുകാർ പറയുന്നു എക്സ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമുക്കാകുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാർഗോ സ്റ്റഫ് ചെയ്യാം. നമ്മുടെ കാർഗോ നമ്മുടെ ഒരു കണ്ടെയ്നറിലേക്ക് സ്റ്റഫ് ചെയ്യാം. നമ്മൾ ഇതിനായിട്ട് നമ്മൾ നേരത്തെ കോൺടാക്ട് ചെയ്ത ഷിപ്പിംഗ് ലൈൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് കമ്പനി എന്ന് പറയും. നമുക്ക് ഇന്ന വെസൽസ് ഒക്കെയാണ്, നമുക്ക് ഇന്ന കണ്ടെയ്നേഴ്സ് ഒക്കെയാണല്ലോ ഉള്ളത്, നമുക്ക് ഇന്ന കണ്ടെയ്നറിലേക്ക് നമ്മുടെ കാർഗോ പ്ലാൻ ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾ ഈ കണ്ടെയ്നറിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം നോക്കി ട്രാൻസിറ്റ് ടൈം എല്ലാം നോക്കിയിട്ട് നമ്മൾ കണ്ടെയ്നർ ബുക്ക് ചെയ്യുന്നു. ഷിപ്പിംഗ് ലൈൻസുമായിട്ട് കണ്ടെയ്നർ ബുക്ക് ചെയ്യുന്നു.
അത് വേണമെങ്കിൽ എക്സ്പോർട്ടർക്ക് ഡയറക്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ CHA ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് കമ്പനി വഴി തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് കമ്പനി വെച്ച് നമ്മൾ ഈ ഒരു കണ്ടെയ്നർ ബുക്ക് ചെയ്യുന്നു. ഈ കണ്ടെയ്നർ സ്റ്റഫിങ്ങിനായിട്ട് സ്റ്റഫിംഗ് പോയിന്റിലേക്ക് അയക്കുന്നു. നമ്മുടെ ഇവിടെ സ്റ്റഫിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറി തന്നെയാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റംസ് നോട്ടിഫൈഡ് ആയിട്ടുള്ള CFSകളാവാം. അത് കസ്റ്റംസിന്റെ അണ്ടറിൽ അതോറിറ്റിയിൽ വരുന്ന അവരുടെ കസ്റ്റംസ് ഓഫീസേഴ്സിന്റെ പ്രിവെന്റീവ് ഓഫീസേഴ്സ് ഉള്ള ഒരു മേഖലയിൽ മാത്രമാണ് നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ എന്ന് കാര്യം ഓർക്കുക. ഒരുപക്ഷെ കസ്റ്റംസിന്റെ, അതായത് എക്സ്പോർട്ടറുടെ ഫാക്ടറിയിൽ തന്നെ ഇത് സ്റ്റഫ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കും. എക്സ്പോർട്ടർമാർക്ക് തന്നെ അവരുടെ ഫാക്ടറിയിൽ കസ്റ്റംസ് നോട്ടിഫൈഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ കസ്റ്റംസ് നോട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റഫിംഗ് പോയിന്റ് ഇല്ല എങ്കിൽ എക്സ്പോർട്ടർമാർക്ക് ഈ കാർഗോനെ ഏതെങ്കിലും CFSലേക്ക് മാറ്റി അവിടെ വെച്ച് സ്റ്റഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ നമ്മുടെ കാർഗോനെ CFSലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടറിയിൽ വെച്ചോ സ്റ്റഫ് ചെയ്യും. ഇങ്ങനെ സ്റ്റഫിംഗ് കഴിയുന്ന ശേഷം ഈ കാർഗോനെ ഷിപ്പിംഗ് ലൈൻസ് വെസലിലേക്ക് ലോഡ് ചെയ്യുന്നു. വെസലിലേക്ക് ഈ കാർഗോ, ഈ കണ്ടെയ്നർ ലോഡ് ചെയ്തതിനു ശേഷം അതിനുശേഷം ഷിപ്പിംഗ് ലൈൻസ് എക്സ്പോർട്ടർക്ക് ബിൽ ഓഫ് ലേഡിംഗ് ഇഷ്യൂ ചെയ്യുന്നു. അതായത് ഇന്ന കാർഗോ ഹാൻഡിൽ ചെയ്യുന്നത് ഞങ്ങളാണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് ആയിട്ട്, റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ആയിട്ട് ഈ ഒരു ഡോക്യുമെന്റ് ബിൽ ഓഫ് ലേഡിംഗ് എക്സ്പോർട്ടർക്ക് ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ബിൽ ഓഫ് ലേഡിങ്ങിന് ഈ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് മാത്രമല്ല ഉള്ളത്, ഉടമസ്ഥാവകാശം കൂടിയുണ്ട്. അപ്പോൾ ആരാണോ ബിൽ ഓഫ് ലേഡിംഗ് കയ്യിൽ വെക്കുന്നത്, അല്ലെങ്കിൽ ആ ബിൽ ഓഫ് ലേഡിംഗ് പറഞ്ഞിരിക്കുന്ന എക്സ്പോർട്ടർ അതുപോലെ തന്നെ ഇമ്പോർട്ടർ, അവർക്ക് മാത്രമാണ് ഈ കാർഗോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ബിൽ ഓഫ് ലേഡിങ്ങിനകത്ത് ആരാണ് എക്സ്പോർട്ടർ, ആരാണ് ഇമ്പോർട്ടർ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടാലും ഓർക്കും. അപ്പോൾ ഷിപ്പിംഗ് ലൈൻസ് ബിൽ ഓഫ് ലേഡിംഗ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഈ ബിൽ ഓഫ് ലേഡിംഗ് വീണ്ടും അടുത്ത എക്സ്പോർട്ടർ ഈ ബിൽ ഓഫ് ലേഡിംഗ് ഇമ്പോർട്ടർക്ക് അയച്ചു കൊടുക്കുന്നു. കാരണം ഇമ്പോർട്ടർക്ക് ഈ കാർഗോ അവിടെ ക്ലിയർ ചെയ്യണം, ഇമ്പോർട്ടർക്ക് കാർഗോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഇമ്പോർട്ടർക്ക് ഈ ഒരു കാർഗോയുടെ ഉടമസ്ഥാവകാശം മാറട്ടെ, അല്ലെങ്കിൽ ഇമ്പോർട്ടർക്ക് ഈ കാർഗോയുടെ ടൈറ്റിൽ ഓഫ് ഓണർഷിപ്പ് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എക്സ്പോർട്ടർ ഇമ്പോർട്ടർക്ക് ഇടയിലുള്ള അവരുടെ ഒരു സെയിൽസ് കോൺട്രാക്ട് പോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ടർ ഈ ഒരു ബിൽ ഓഫ് ലേഡിംഗ് ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇവർ കൊറിയർ വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനം വഴിയോ അവർ ഈ ഡോക്യുമെന്റ്സ് അവർ കൈപ്പറ്റുന്നു. ഇമ്പോർട്ടർക്ക് ഈ ഒരു ഡോക്യുമെന്റ് ബിൽ ഓഫ് ലേഡിംഗ്, അതുപോലെ തന്നെ ഇൻവോയ്സ്, പാക്കിംഗ് ലിസ്റ്റ്, ഇത്തരം ഡോക്യുമെന്റ്സ് എല്ലാം എക്സ്പോർട്ടർ അയച്ചു കൊടുക്കുന്നു. പിന്നീട് നടക്കുന്നത് കാർഗോ ദുബായിൽ എത്തിച്ചേരുന്നതിന് മുന്നേ ഷിപ്പിംഗ് ലൈൻസ് ഒരു കാർഗോ അറൈവൽ നോട്ടീസ് ക്യാൻ അയച്ചു കൊടുക്കുന്നു. അത് ഇന്ന കാർഗോ ഇന്ന ദിവസം ഇന്ന കാർഗോ ഇവിടെ എത്തും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഷിപ്പിംഗ് ലൈൻസിൻ്റെതായിട്ടുള്ള ഡെലിവറിയോട് അടക്കമുള്ള ചാർജസ് എല്ലാം അടച്ചിട്ട് കാർഗോ എടുത്തുകൊണ്ട് പോകാൻ ഇൻഫോം ചെയ്യുന്നു. ഷിപ്പിംഗ് ലൈൻസിൻ്റെതായിട്ടുള്ള നെസസറി ആയിട്ടുള്ള ചാർജസ് എല്ലാം പേയ്മെന്റ് നടത്തിയതിനു ശേഷം ഡെലിവറി ഓർഡർ എടുക്കുന്നു. ഈ ഒരു കണ്ടെയ്നർ പോർട്ടിൽ നിന്നും ഇവർ ഏതെങ്കിലും ഒരു കസ്റ്റംസ് നോട്ടിഫൈഡ് ഏരിയയിലേക്ക് മാറ്റുന്നു. വീണ്ടും നമ്മുടെ കസ്റ്റംസ് ക്ലിയറൻസ് ആരംഭിക്കുകയാണ്. അതായത് ഇമ്പോർട്ടിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടികൾ അടയ്ക്കണം, അതുപോലെ തന്നെ ഇമ്പോർട്ടിംഗ് കൺട്രിയിൽ ഈ ഒരു കാർഗോയുടെ പെർമിഷൻ കിട്ടണം. അവിടെ ഇമ്പോർട്ടിലും കസ്റ്റംസ് ക്ലിയറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് കസ്റ്റംസ് ക്ലിയറൻസിനായിട്ടും ഒരു ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് കമ്പനി ഉണ്ടെന്ന് ആരും ഓർക്കുക. അവർ നെസസറി ആയിട്ടുള്ള ഇമ്പോർട്ട് കസ്റ്റംസ് ക്ലിയറൻസിൻ്റെതായിട്ടുള്ള വർക്കുകളെല്ലാം ചെയ്ത്, ഡോക്യുമെന്റേഷൻ വർക്കുകളെല്ലാം ചെയ്ത് കസ്റ്റംസ് ഡ്യൂട്ടി എല്ലാം അടച്ചതിന് ശേഷം ഈ കാർഗോ പിന്നീട് ഈ കസ്റ്റംസിൻ്റെതായിട്ടുള്ള നോട്ടിഫൈഡ് ഏരിയയിൽ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്ത് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു, കൺസൈൻഡ് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു.